Hi guys, good morning. Good morning and welcome back to our YouTube channel tutorial video. ഓക്കെ, ഇന്ന് ഞാൻ ഈ ഒരു ഫാബ്രിക് വെച്ച് കോട്ടൺ ആണ്, നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് സ്ക്വയർ നെക്കായിട്ട് ഫ്രിൽ ബട്ടർഫ്ലൈ സ്ലീവ് വരുന്ന ഒരു ബ്ലൗസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് സ്റ്റിച്ച് ചെയ്യുകയാണ്. ചിലപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും. വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. വിത്തൗട്ട് ലൈനിങ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്ന് കേട്ടോ. 1 മീറ്റർ ഫാബ്രിക് മതി. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിങ്ങനെ വിരിച്ചിടാം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം 2 ആയിട്ട് മടക്കുക, പിന്നെ അതാ ഇങ്ങനെ മടക്കുക, പിന്നെ ഒന്നുകൂടെ മടക്കിക്കും. ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. ടേപ്പ് എടുത്തിട്ട് നമുക്ക് 9 മാർക്ക് ചെയ്യാം കേട്ടോ. ആ ബട്ടർഫ്ലൈ സ്ലീവില്ലേ, ബട്ടർഫ്ലൈ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് 9 മാർക്ക് ചെയ്യാൻ കട്ട് ചെയ്യാം. ഇത് എൻ്റെ പകുതിയാണ് ഒരു സൈഡിൽ വേണ്ടത്. അപ്പം നമ്മൾ 9 മാർക്ക് ചെയ്യുന്നു. ഒരു സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4.5 വെച്ച് എടുക്കുന്നത്. കട്ട് മെറ്റീരിയൽ എടുക്കുന്നത് ഇത് പകുതിയാക്കുക. ഇതാണ് നമ്മുടെ 2 സൈഡിലെ സ്ലീവിൻ്റെ ഇത് വരുന്നത്. അപ്പം നമുക്കത് പകുതിയാക്കിയിട്ട് പകുതി കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ട സാധനങ്ങൾ ചെയ്യാനുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നിവർത്തണം. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ നിവർത്തിയതിന് ശേഷം കട്ട് ചെയ്യാനുണ്ട്. അപ്പം അതിനുവേണ്ടി ഇങ്ങനെ നിവർത്തുക. അത് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ എളുപ്പമായിരിക്കും. ശേഷം ഇതാ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ആ ക്ലോസ് ആയിട്ടുള്ള ആ ഭാഗത്തേക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് മറ്റേത് കളയുക. എന്നിട്ട് താഴെ ഒരു കട്ട് കൊടുക്കുക. കാരണം അപ്പോൾ സ്ലീവ് പിടിപ്പിക്കുമ്പം ആ നടുക്കുള്ള ഭാഗം കറക്റ്റ് നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടി ആ താഴെ കട്ട് ചെയ്യുക. ആ കേവ് പോലെ വന്നേക്കുന്നത് ആണ് ഇങ്ങനെ പുറത്തോട്ടിരിക്കുന്നത്. മറ്റേ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതാണ് സ്ലീവിൽ അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം. അപ്പോൾ അതാണ് കട്ട് കൊടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത പരിപാടി നോക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ അകത്തെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി വിഡ്ത്ത് വരുന്ന 1.2 ആയിട്ട് വിഡ്ത്ത് വരുന്നത്, അതായത് ഞാൻ ഈ സ്കെയിലിൻ്റെ ഒരു വിഡ്ത്തില്ലേ ആ ഒരു ഇഞ്ചിൽ 1.2 ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു പീസ് കിട്ടിയപ്പോൾ ഞാൻ ഇതിലങ്ങോട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് 2 സൈഡിലും വേണം, 2 സ്ലീവിനും വേണ്ടതാണ്. അപ്പോൾ നല്ല ലെങ്ത് ഉള്ള ഒരു സ്ട്രെയിറ്റ് പീസ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ബാക്കിൻ്റെ പോർഷന് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യമേ ഇത് 2 ആയിട്ട് മടക്കുക. നമ്മുടെ ഏത് അളവാണോ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ 2-3 ഇഞ്ച് കൂടുതലൊക്കെ ഇട്ടിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ലെങ്ത് വന്നിട്ട് ലെങ്ത് 14 ആണ്. അപ്പം അതിൻ്റെ കൂടെ പ്ലസ് 1 കൂടെ കൂട്ടിയിട്ട് 15 ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബാക്കിൻ്റെ അളവ്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ മാർക്ക് ചെയ്യുക. 2 സൈഡിലും മാർക്ക് ചെയ്ത് താഴെ, എന്നിട്ട് കട്ട് ചെയ്യുക.
ഇനി ആ കട്ട് ചെയ്തത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒരു സൈഡിലും ക്ലോസ് ആയിട്ടുള്ള ഭാഗം മറ്റേ സൈഡിലും. എന്നിട്ട് ഇതിൽ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അത് ഹുക്കിന് വേണ്ടിയുള്ളതാണ്. എന്നിട്ട് 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക, 14 ഇഞ്ചിൻ്റെ ഹാഫ്. പിന്നെ ആം ഹോൾ വന്നിട്ട് 6.5 മാർക്ക് ചെയ്യുക ഷോൾഡറിൽ നിന്ന് താഴത്തോട്ട്. ബസ്റ്റ് അപ്പർ ബസ്റ്റിൻ്റെ അവിടെ 9 എടുക്കാം. പിന്നെ ബസ്റ്റിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത്, ബസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ഇവിടെ തൊട്ട് പോയിന്റ് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡർ തൊട്ട് അത് 8.5 ആണ്. അപ്പം നമ്മളവരെ 9 മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ബെസ്റ്റ് റൗണ്ടിൻ്റെ വിടുത്ത് എഴുതാം. അതായത് 33 ആണ് ബെസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ 33 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 8.25. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. ഇതായത് ഓക്കെ. ഇനി വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 29 ആണ്. അപ്പം അത് ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 7.25. ഇത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു. സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനെ. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് എക്സ്ട്രാ എത്രയും ഫാബ്രിക് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ ആം ഹോളിൻ്റെ ഇത് വരച്ചില്ലേ, ഇവിടുന്ന് 1 ഇഞ്ച് ഇതെങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനില്ലേ, ഇതും ഇങ്ങനെ ഇതിൻ്റെ മിഡുമായിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിലെ നെക്കും ഡീപ്പ് എത്രയാണെന്ന് നോക്കാം. 7.5 ആണ്. അപ്പോൾ 7.5 നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യും. പിന്നെ ഇത് സ്ക്വയറിനെ കഴിഞ്ഞ് നമ്മുടെ ഇത് ഷോൾഡർ ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനൊരു തിയറി വെച്ചിട്ട് 7 നിന്ന് നമുക്കൊരു 2 ഇഞ്ച് കുറയ്ക്കാം കേട്ടോ. 2 ഇഞ്ചല്ല 1.8. 5.5 ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടുന്ന് നമുക്ക് എടുക്കുന്നതായിരിക്കും ഷോൾഡർ ഡ്രോപ്പ് ആവാതിരിക്കാൻ ഉള്ള ഇതിന് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ഇങ്ങനെ. എന്നിട്ട് ഇവിടെ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയെങ്കിൽ ഐ എം റിയലി സോറി. ഇങ്ങനെ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇത് ക്യാൻസൽ. ഇതായിരിക്കും കറക്റ്റ് ഷോൾഡർ ഡ്രോപ്പ് ആവാതിരിക്കാൻ നല്ലത്. അപ്പോൾ ഇവിടുന്ന് ഈ ലൈൻ കൂട്ടാതെയാണ് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടൊരു 5.5 എടുക്കുന്നു. പിന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടില്ലേ 3.5, ഇവിടുന്ന് ഇങ്ങോട്ട് 2, ഇവിടുന്ന് സ്ക്വയറിനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തോട്ടൊരു ലൈൻ വരയ്ക്കാം. പിന്നെ ഇവിടെ നമ്മൾ 7.5 ഡീപ്പ് മാർക്ക് ചെയ്തല്ലോ. അപ്പം അങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. സ്ക്വയറാണ് നെക്ക് വരുന്നത്. അപ്പോൾ ബാക്കിൽ സ്ക്വയറാണ്. അപ്പം ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് സീമിന് വേണ്ടി എക്സ്ട്രാ ഫാബ്രിക് വേണമല്ലോ. സോ ഒരു 1.5 ഇങ്ങനെ വരയ്ക്കുന്നു. പിന്നെ നമ്മൾ തിരിച്ചിടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അതിന് ഇത്രയും ഫാബ്രിക് വേണം. സോ
അതിനും കൂടെ ഉള്ളത് ഞാൻ എക്സ്ട്രാ എടുക്കുവാണ്. മൊത്തം നമ്മൾ എക്സ്ട്രാ നമ്മൾ എടുത്തേക്കുന്നത് 2.5 എടുത്തിട്ടുണ്ട് ഫോർ സേഫ്റ്റി. നമുക്കിത് കട്ട് ചെയ്യാം. ഇവിടെ ഒരു ഷോൾഡർ ഡ്രോപ്പായിട്ട് 1/2 ഇഞ്ച് ഇങ്ങനെയും കൂടെ ഇട്ട് കേട്ടോ. ഇത് മായ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത് മായ്ക്കാം. ഇതില്ലാത്ത കേട്ടോ, ക്രോസാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ വെച്ച് തന്നെ കട്ട് ചെയ്യാം. ആദ്യം സ്ക്വയറിലേക്ക് കട്ട് ചെയ്യുന്നു. ക്രോസ് ഷോൾഡർ ഡ്രോപ്പ്, പിന്നെ ഹോൾ. നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. എല്ലാം കണ്ടിട്ട് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇവിടെ ഇല്ലേ ബാക്കിൽ ഹുക്ക് വെക്കാൻ വേണ്ടി വെക്കുന്ന സാധനം, അത് നമുക്ക് നോക്കാവേ. ഇങ്ങനെ ഒരു മിച്ചം കിട്ടിയില്ലേ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കണം. ഇത് തികയത്തില്ല, അപ്പോൾ ഇത് മാറ്റാം. ഇതില് ഒരു സൈഡില് 3 ഇഞ്ച് വേണം. ബുക്ക് പിടിപ്പിക്കുന്ന ഭാഗത്ത് 2 ഇഞ്ചും മറ്റേ ഭാഗത്ത് 3 ഇഞ്ചും വേണ്ടേ. ഇത് നമുക്ക് 3 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് 3 ഇഞ്ച് മാർക്ക് ടോട്ടൽ ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ അടിക്കാം. 3 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്തിടാം. ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ, അവിടെ തികയുന്നില്ല. ഇവിടെ ആദ്യം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ത്രീ ഇഞ്ച് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇതിന്റെ നീളം എന്ന് പറയുന്നത് നമ്മൾ ഉപ്പ് പിടിപ്പിക്കുന്ന ഭാഗത്തിന്റെ കുറച്ചും കൂടെ വേണേ. ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് 2 ഇതായിരുന്നു. അപ്പം അതിൻ്റെ ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഒരെണ്ണം 2 ഇഞ്ചാണ്. ബുക്ക് പിടിപ്പിക്കുന്ന ഭാഗം 2 ഇഞ്ചാണ്. അപ്പം അതിന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 2 ഇഞ്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. കട്ട് ചെയ്താണ്. അപ്പോൾ ഹുക്കിനും മറ്റേ ഇതിനുള്ളതായി. ഈ ബാക്ക് പോർഷനായി, സ്ലീവായി. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം കേട്ടോ. ഫ്രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫാബ്രിക് നിവർത്തിയിടണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ മടക്കുക.
നന്നായിട്ട് കുറച്ച് വീതി ഇരുന്നോട്ടെ കേട്ടോ. വേണ്ടാത്ത കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ബാക്കിൻ്റെ പീസ് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഈ സീമിന് വേണ്ടി നമ്മളൊരു 1/4 ഇഞ്ച് വരച്ച് വെച്ചിട്ടില്ലേ, അത് പുറത്തോട്ട് വെക്കാം. അത് ഫ്രണ്ടിന് ആവശ്യമില്ലല്ലോ. ഹുക്ക് ബാക്കിലല്ലേ വെക്കുന്നത്, ഫ്രണ്ടിൽ വേണ്ടല്ലോ. അതിങ്ങനെ പുറത്തോട്ട് വെച്ചിട്ട് ബാക്കി മെഷർമെൻറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് വേറെയാണ് മെഷർമെൻറ്റ്. ബാക്കി അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ എക്സ്ട്രാ ഇത്രയോ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. നമ്മളെ പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്യാൻ പോണേ. അപ്പം നമ്മുടെ ഒരു സേഫ്റ്റിക്ക് എടുക്കുന്നതാണ് ലാസ്റ്റ് ഇതൊക്കെ കട്ട് ചെയ്ത് കളയാട്ടോ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഇത്ര ഉള്ളല്ലോ, ഇതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ നേരെ അങ്ങ് വരയ്ക്കാം. ആമ്പോളിലാത് നേരെ വരയ്ക്കുന്നു. പിന്നെ ഈ ലെങ്തില്ലേ 1 ഇഞ്ചും കൂടെ കൂട്ടി, ഒരു 1.25 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ട് ഞാൻ കട്ട് ചെയ്യുന്ന കേട്ടോ. ലെങ്ത് ഫ്രണ്ടിൽ. അപ്പം അത് മാർക്ക് ചെയ്തു. ഇത് ഇത്രേ ഉള്ളൂ. നമ്മളൊരു 1.25 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ ഇതേപോലെ, ആംഹോൾ ഇതേപോലെ വന്നിട്ട് നമുക്ക് വേറെ ആയിട്ട് കുറച്ചുകൂടെ കയറ്റി വേണം ഫ്രണ്ടിൽ കട്ട് ചെയ്യാൻ. അപ്പം ഇത്രയോ ഇവിടെ ശ്രദ്ധിച്ചിട്ടോ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി പണി ലെങ്ത് ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. ഷേപ്പ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഈ ഷോൾഡർ ഡ്രോപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യാം. ആംഹോളൊക്കെ ഇതേപോലെ തന്നെ. ഇതൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് ഫ്രണ്ട് നെക്കിൻ്റെ ഡീപ്പൊന്ന് മെഷർമെൻറ്റ് ചെയ്ത് സെറ്റാക്കാം. ഫ്രണ്ട് നെക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് 6 ഇഞ്ച് മാറ്റിയാൽ ഇവിടെ 6 ഇഞ്ച്, ഇവിടെ നിങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു 6 ഇഞ്ച്. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് മാറ്റി വെക്കാം. കളയാം. ഇനി നമുക്ക് ബാക്കിൻ്റെ ആവശ്യമില്ല. ബാക്ക് നമ്മൾ ഇതേ പണി എടുത്ത് മാറ്റി വെക്കും. ഇനി ഫ്രണ്ടിൽ കുറച്ച് പരിപാടിയുണ്ട്.
ഫ്രണ്ടിൽ ആദ്യം നമുക്ക് ഹോളിലെ ലൈനൊന്ന് വരയ്ക്കാം. ഇനി നമുക്ക് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഈ ഒരു പോയിന്റിലോട്ട് സ്കെയിൽ വെച്ചത് സ്ലോപ്പ് വരയ്ക്കാം. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഈ ലൈനിൽ മുട്ടുന്ന രീതി ഇങ്ങനെ വരയ്ക്കാം ഒരു കർവ്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടി ബസ്റ്റ് പോയിന്റ്, ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റ് എത്രയാണെന്ന് നോക്കാം. 8.5 ആണ് വരുന്നത്. അപ്പം നമുക്ക് 9.5 എടുക്കാം കേട്ടോ. പിന്നെ പോയിന്റ് ടു പോയിന്റ് വരുമ്പോൾ 7. അപ്പോൾ അതിൻ്റെ ഹാഫ് 3.5 എടുത്തിട്ട് 7ൻ്റെ ഹാഫ് എത്രയാണ്? 3.5ൻ്റെ കൂടെ ഒരു അരയും കൂടെ കൂട്ടിയിട്ട് 4 എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ലൈനില്ലേ, നമ്മളിങ്ങനെ ആം ഹോൾ കൂട്ടുന്നത്, ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് കർവില് ഇവിടെ 4 അല്ലേ ഇവിടെ എടുത്ത്, അതേപോലെ ഏറ്റവും താഴെ 4 എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇങ്ങനെ കുറച്ച് മാർക്ക് ചെയ്തിട്ട് ഈ 4ഉം ഈ 4ഉം തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. എന്നിട്ട് ഈ പോയിന്റും ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റും തമ്മിലൊരു കർവ് കൊടുക്കാം. ഇങ്ങനെയാണ് കർവ് ആക്കിയ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നോട്ട് ഒരു 13 മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഈ ഒരു മാർക്കിൽ വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്നിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുമായിട്ട് ജസ്റ്റ് ഈ ഒരു ഷേപ്പ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് കളയാം. അതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഈ പരിപാടി കഴിഞ്ഞു. ഇനി നെക്കിനുള്ള ഇതില്ലേ ഫിനിഷിങ് ചെയ്യാനുള്ള അതും വേണം. പിന്നെ താഴെ നമ്മൾ ഇങ്ങനെ അടിക്കാനുള്ളൊരു സ്ട്രെയിറ്റ് പീസും വേണം. നെക്കിനുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നെക്ക് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്ന രീതിയിൽ നോക്കാം. അപ്പോൾ താഴത്തേക്കുള്ള ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞ പീസില്ലേ അതിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇങ്ങനെ ഈ ഒരു സ്കെയിലിൻ്റെ വിടത്തിൽ ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ 2 ഉണ്ട്. ഇത് 2 കട്ട് ചെയ്ത് ഇത് നമുക്ക് താഴെ വെച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതുമായി ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നെക്കിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാം. ചിലപ്പോൾ ഇത് പാർട്ട് 2 ആയിട്ടായിരിക്കും സ്റ്റിച്ചിങ് വീഡിയോ വരുന്നത്. അപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച്. ബൈ ബൈ.